രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ ആക്ഷേപിച്ച് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. അവനൊപ്പം എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. പ്രതിസന്ധി നേരിടാൻ മനക്കരുത്തുണ്ടാകട്ടെ, കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തതിന്റെ പ്രശ്നമാണെന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആക്ഷേപം. അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല, മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി. തീർച്ചയായിട്ടും അതിജീവിതയ്ക്കും അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം. കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. നമ്മൾ വിവാഹിതരാണ് എങ്കിൽ ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട, ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം. സത്യനെ ജയിക്കും, സത്യം ജയിക്കില്ല. ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഇപ്പോൾ ഈ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടൊരു കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗം തന്നെ, ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ രംഗത്തെത്തുന്നു എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. കാരണം കോൺഗ്രസ് പുറത്താക്കിയ ആളാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രതികരിക്കാറുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പത്തനംതിട്ടക്കാരിയായ പുതിയതായി കോൺഗ്രസിലെത്തിയ പ്രാദേശിക നേതാവിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ പഞ്ചായത്ത് ഡിവിഷനിലെ അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അവനൊപ്പം എന്നാണ് ശ്രീനാദേവി രാഹുലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പറയുന്നത്. പ്രതിസന്ധി നേരിടാൻ അതിജീവന് മനക്കരുത്തുണ്ടാകട്ടെ, രാഹുലിനെതിരെ മാധ്യമങ്ങൾ ഇല്ലാ കഥ മെനയുന്നു, ചില മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ട ഉണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ഈ പരാതികളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഇവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പരാതിക്കാരിയെയും ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അതിൽ പങ്കുവച്ച വീഡിയോയിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ശ്രീനാദേവി സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസിലേക്ക് ഈ ഇടെ കടന്നു വന്നൊരു ആളാണ് ശ്രീനാദേവി. മുമ്പ് CPI ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരമുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂർ എയർ ക്യാമ്പിലേക്ക് മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേലുദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലേക്ക് മാറ്റുന്നു എന്നാണോ? അടൂർ ക്യാമ്പിലേക്ക് മാറ്റാനൊരു ആലോചന പോലീസിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂർ ക്യാമ്പിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഈ ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് നേരെ അപ്പുറത്താണ് പത്തനംതിട്ടയിലെ എയർ ക്യാമ്പ്. ഇവിടെ സൗകര്യങ്ങൾ ഒക്കെ തന്നെ കുറവാണ്, വലിയ പരിമിതികളുണ്ട്. ഈ സുരക്ഷ ഒരുക്കുന്നതിനുൾപ്പെടെ പരിമിതികളുണ്ട്. ഇതൊരു പ്രത്യേക കോമ്പൗണ്ടിലൊന്നുമല്ല ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. പൊതുജനങ്ങൾക്കുൾപ്പെടെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കുൾപ്പെടെ പാഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലെ പോലീസ് ക്യാമ്പിലേക്ക് മാറ്റണമെന്നാണ് ഇപ്പോഴെന്തായാലും പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ എയർ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സുരക്ഷ പരിഗണിച്ചു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ആണ്. അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂർ ക്യാമ്പിലേക്ക് മാറ്റണം എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് തന്നെ മുകളിലേക്ക് പോയിരിക്കുന്ന റിപ്പോർട്ട്. നിലവിൽ പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം. ഏതായാലും വഴി നീളെ പ്രതിഷേധം, ജീമുട്ടയറൊക്കെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കണ്ടത്.